الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أن فيكم رسول الله صدق الله مولانا العظيم وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ അനുഗ്രഹീതമായ തിരുപ്പിറവിയുടെ തിരുമുറ്റത്താണ് നാം. പ്രപഞ്ചത്തിനാകമാനം കാരുണ്യമായി പ്രപഞ്ചനാഥൻ അനുഗ്രഹിച്ചയച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501 തിരുപ്പിറവിയാണെന്ന്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ പ്രപഞ്ചാന്ത്യം വരെ പ്രകീർത്തനം കൊണ്ട് പ്രഹർഷമണിയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രമേയമാകുന്ന പ്രത്യേക മാസമാണ് റബീഉൽ അവ്വൽ. ഹിജ്റ വർഷമനുസരിച്ച് റബീഉൽ അവ്വലിലാണ് തിരുപ്പിറവി ഉണ്ടായതെങ്കിൽ മലയാള മാസമനുസരിച്ച് ചിങ്ങത്തിലാണ്. മനുഷ്യമാനസങ്ങളിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിറഭേദങ്ങളും സൗരഭ്യ വൈവിധ്യങ്ങളും നിറഞ്ഞ പൂക്കളം സൃഷ്ടിച്ച് മാനവരാശിയെ മഹത്വത്തിൻ്റെ മകുടോദാഹരണങ്ങളാക്കി മാറ്റിയ മഹാമനീഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിലുണ്ട് എൻ്റെ നബി എന്ന പ്രമേയവുമായി കേരള മുസ്ലിം ജമാഅത്ത് തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. മാനസങ്ങളിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണോ മാറി മറയുന്നത് അന്ന് നമ്മുടെ അപജയത്തിൻ്റെ ആരംഭമായിരിക്കും. വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് വഅലമൂ അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങൾ അറിയണം, ഉറപ്പിക്കണം, അന്ന ഫീക്കും റസൂലല്ലാഹി, നിശ്ചയം നിങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലുണ്ട് എന്നുറപ്പിക്കണം. അതിൽ യാതൊരു സന്ദേഹവും ഉണ്ടാകാൻ പാടില്ല, സംശയത്തിന് നിഴലുമാകരുത്. നിങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സാന്നിധ്യം മാനസങ്ങളിൽ സാധ്യമാക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. മഹാന്മാരായ സ്വഹാബാക്കളിൽപ്പെട്ട പ്രഗത്ഭനായ പ്രകീർത്തകൻ സയ്യിദുന അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു തആല അൻഹു, ശത്രുക്കൾ പറയാറുണ്ട്, അബ്ദുള്ളയുടെ വാളല്ല വാക്കുകളാണ് ഞങ്ങളെ അലോസരപ്പെടുത്തുന്നത്. ആ വാക്ഷരങ്ങളേറ്റാൽ അതിൻ്റെ പ്രഹരം അസഹ്യമായിരുന്നുവെന്നാണ് സഹാബികളുടെ ഭാഷ്യം. അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരികളാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച പ്രകീർത്തനങ്ങളാണ് ആമുഖത്തിൽ കേട്ടത്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു إذا انشق معروف من الفجر ساطع
ഫീനാ റസൂലുള്ളാഹ്, ഞങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലുണ്ട്. ഞങ്ങളുടെ മെഴികളിലും കനവിലും നിലവിലുമെല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബാക്കളുടെ എല്ലാ മേഖലയെയും ഗ്രസിച്ചിരുന്നുവെന്നും അവിടുന്നിൻ്റെ വിസ്മൃതിയിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലായിരുന്നു അവരെന്നും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്രായത്തിലെ റസൂലുള്ളാഹി തങ്ങളുമായി ചങ്ങാത്തം പുലർത്തി പ്രവാചക പ്രഖ്യാപനമുണ്ടായപ്പോൾ പ്രഥമമായി സ്വീകരിച്ച്, വിശ്വസിച്ച്, അനുകരിച്ച്, അംഗീകരിച്ച് നബിതങ്ങളെ നിരന്തരം നിഴലില്ലാത്ത നബിയുടെ നിഴലായി ജീവിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് എപ്പോഴും പറയാനുള്ളത് എനിക്ക് 3 കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം. ഒന്ന്, അന്നദുറുയിലേക്ക്, അങ്ങയിലേക്ക് നോക്കിയിരിക്കുക. എത്രയോ കാലമായി കാണുന്നു, ചെറുപ്രായത്തിലെ തന്നെ കാണാൻ തുടങ്ങി. പക്ഷേ ആ കാഴ്ചകൾക്ക് ഒരവസാനമില്ല. കണ്ട് കൊതി തീരുന്നില്ല. കാണും തോറും വീണ്ടും കാണാനുള്ള ആകാംക്ഷയും ആഗ്രഹവും അഭിലാഷവുമാണ് അലതല്ലുന്നത്. വൽ ജുലൂസു മഅക, അങ്ങയെ വിട്ട് മാറി നിൽക്കുക എന്നത് അസഹ്യമാണ്. അങ്ങയുടെ സായുജ്യമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. വഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്, സമ്പത്ത് മുഴുവനും അങ്ങയ്ക്ക് സമർപ്പിക്കുക അത്രത്തോളം സന്തോഷമുള്ളൊരു സംഗതി വേറെയില്ല. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ മാത്രമല്ല, അവിടുത്തെ മജ്ജയിലും മാംസത്തിലും എല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിൻ്റെ ഹബീബ് നിങ്ങളിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ ശല്യപ്പെടുത്തുകയില്ല, അവർക്ക് ശല്യമുണ്ടാവില്ല, ശിക്ഷയുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ. മഹാന്മാരായ സഹാബത്ത് പീഡനം അനുഭവിച്ച് ശിക്ഷയായിരുന്നില്ല, സന്തോഷത്തോടെ വരിക്കുകയായിരുന്നു. അവിടെ വലിയ അഭിലാഷമായിരുന്നു രക്തസാക്ഷിത്വം വരിക്കുക എന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നൈരന്തര്യ പ്രാർത്ഥന, എനിക്ക് ഷഹാദത്ത് വേണം, മരണം മദീനയിലും ആകണം. അവർ അനുഭവിച്ച പീഡനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചത് പൂമാലകളായിരുന്നു, അല്ലാതെ അത് മുൾക്കിരീടങ്ങളായിരുന്നില്ല. അവർക്ക് റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചു. വഫീന റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ഷഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കിടയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരണ പ്രവർത്തനവുമായി സദാ സജീവമാണ്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കണ്ണിൽ റസൂലുള്ളാഹി തങ്ങളെ കാണാം, അവിടുത്തെ കനവിൽ കാണാം, അവിടുത്തെ ഖൽബിൽ കാണാം, അവിടുത്തെ നിലവിലും കാണാം. അങ്ങനെ എല്ലാ രംഗത്തും റസൂലുള്ളാഹി തങ്ങളെ പുഴുകിയവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ വിജയം അവർക്ക് സുനിശ്ചിതമായിരുന്നു. അവർ പരലോകത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോടൊപ്പം സാമീപ്യം പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഭകന്മാരാണവർ. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു പ്രവാചകനായിരുന്നില്ല, നിരന്തരം അന്ത്യനാൾ വരെ അനുയായികളെ നിരീക്ഷിക്കുന്ന ഒരു നിരന്തര നിരീക്ഷകൻ കൂടിയാണ്. ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നബിയെ തങ്ങളെന്ന് പറയണം, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കണം, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹു മാത്രമല്ല റസൂലും കാണുന്നു. നബിതങ്ങളും അള്ളാഹുവും കണ്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിരന്തരം നിങ്ങൾ ആ നിരീക്ഷണത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് റസൂലുള്ളാഹി നിങ്ങളുടെ ആ നോട്ടം നിങ്ങൾ പ്രതീക്ഷിക്കണം.
ഹയാത്തി ഖൈറുല്ലക്കും അമ്മാത്തി ഖൈറുല്ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും. എൻ്റെ മരണവും എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങളുടെ അമലുകൾ വെളിവാക്കപ്പെടും എനിക്ക് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. നിബിധങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിർവൃതിയോടുകൂടി നിലകൊള്ളുകയാണ് വിശുദ്ധമായ ഹുജറ ഷരീഫിലെ ഖബർ ഷരീഫിൽ. അതുകൊണ്ട് തന്നെ നിരന്തരം വീക്ഷിക്കുന്ന ഒരു നേതാവിൻ്റെ അനുയായികളെന്ന നിലയിൽ നമ്മുടെ ചലനനിശ്ചലനങ്ങളും നമ്മുടെ ചിന്താധാരകളും നമ്മുടെ സർവ്വതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങൾക്ക് ഇഷ്ടകരമാകാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. നന്മയുണ്ടാകുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും എൻ്റെ സമുദായത്തിൻ്റെ തിന്മകൾ ഞാൻ അവർക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നന്മകളിൽ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ആധിക്യത്തിൽ പോലും അഭിമാനം പുളകിതനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റി നമുക്ക് നമ്മുടെ കർമ്മങ്ങളും ധർമ്മങ്ങളും വിശ്വാസങ്ങളും സംശുദ്ധമാക്കി അവിടത്തോട് ഇഷ്ടമായ ജീവിതവും മരണവും അള്ളാഹു നമുക്കെല്ലാം പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ. ഖൽബിലുണ്ട് എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.